ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. പ്രത്യേകിച്ച് വീഡിയോസൊന്നുമില്ല ഇന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ പറയാൻ പോകുന്നത് കുറച്ച് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പുതിയ പുതിയ ഭാഗങ്ങൾക്കായിരിക്കും കാത്തിരിക്കുന്നുണ്ടാകാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് പുതിയ ഭാഗങ്ങളും പിന്നെ കഴിഞ്ഞ സച്ചിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് സച്ചിയുടെ ഭാഗം തന്നെ നല്ല എല്ലാവരെയും തമാശ ചിരിപ്പിക്കുകയും, അതായത് എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുന്ന ഭാഗവും കുറച്ച് തമാശയും കുറച്ച് ചൂടായിട്ടുമൊക്കെയുള്ള സംസാരമാണ് പ്രത്യേകിച്ച് സച്ചിയുടെ സംസാരം. അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് എന്തായാലും ചിരിക്കാതിരിക്കാൻ വയ്യ സച്ചിയുടെ ഓരോരോ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ രേവതിക്കും ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ രേവതിക്കും നല്ല സന്തോഷകരമായ ദിവസങ്ങളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സച്ചി എന്തൊക്കെയോ സംഭവങ്ങളാണ് സ്വപ്നത്തിലൊക്കെ കണ്ടത്. രേവതിയായിട്ട് അടുക്കുന്നതും അതിൽ 3-4 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും അങ്ങനെയുള്ള സ്വപ്നമാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ അവൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ഓരോരുത്തരോടായിട്ട് സംശയം ചോദിക്കുകയാണ്. ഫസ്റ്റ് തന്നെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ നിങ്ങൾക്ക് ഈ മൂത്ത പുത്രൻ എപ്പോഴാണ് ഉണ്ടായത്? പിന്നെ അവൻ്റെ ഫ്രണ്ട്സ്, അതായത് മഹേഷിനോടും മറ്റുള്ള ഫ്രണ്ട്സുമാരോടൊക്കെ ചോദിക്കുകയാണ് എത്ര മാസം കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ സന്ദർഭത്തിലുള്ള മാസങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചിലവർ 10-ാം മാസം, ചിലവർ 9-ാം മാസം, 6 മാസം, 7 മാസം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ സച്ചിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ മാസങ്ങൾ പറയുന്നത് കൊണ്ട് രേവതിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതായത് പറഞ്ഞാൽ ആ സമയത്ത്, ആ സന്തോഷത്തിൻ്റെ സമയത്ത് ചന്ദ്ര എന്ത് പറഞ്ഞാലും അത് ചെയ്യുന്ന രീതിയിലാണ്. അമ്മേ ഞാൻ ചെയ്യാ എന്ന് പറഞ്ഞ അനുസരണയുള്ളൊരു കുട്ടിയെ പോലെയാണ് രേവതിയും പെരുമാറുന്നത്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടതിൻ്റെ പേരിൽ അതും വല്ലാതൊരു സന്തോഷമാണുള്ളത്. നാണാവുകയും ചെയ്യുന്നു, സന്തോഷിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ ശ്രുതി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, നീ എന്തിനാ മുള ഇതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്? ഇവിടെ രേവതിയില്ലേ, അവൾക്ക് കുറേ വേറെയും പണികളുണ്ട് ആൻറ്റി. അപ്പോൾ അവർ പറയാണ്, അവൾക്ക് എന്ത് പണിയാണ് മോളെ ഇവിടെ ഉള്ളത്? അവൾക്ക് പ്രത്യേകിച്ച് അടുക്കള പണിയല്ലേ ഉള്ളൂ, വേറെ ഒന്നും പണിയില്ലല്ലോ. മോൾക്കാണെങ്കിലാ ബ്യൂട്ടി പാർലറിലൊക്കെ പോകണ്ടേ, മോൾക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അവൾക്ക് വേറെ പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നുമില്ലല്ലോ. ആ സമയത്ത് അവളും കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ അവളോട് പറയണം, നീ എന്താടി ഇത്രയും നേരം ചെയ്തത്? നീ എന്താ ഉറങ്ങിപ്പോയോ? നിനക്ക് ജോലികളൊക്കെ ഇവിടെ ഇല്ലേ? അതാ ശ്രുതി കൊണ്ടുപോയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നീ തന്നെ അലക്കുക അതും കൂടി. അപ്പോൾ അവൾ അലക്കാൻ വേണ്ടി പോയ സമയത്താണ് വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഒരു ഷഡ്ഡി കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അവൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വടിക്കഷ്ണം എടുത്തിട്ട് തോണ്ടി എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തിനാടി അങ്ങനെയൊക്കെ എടുക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നു, അത് അങ്ങനെയല്ലാണ്ട് ഏത് രീതിയിലാണ് അമ്മ എടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. പറയാണ്, അതെന്ന് പറഞ്ഞാൽ നിൻ്റെ ഭർത്താവിൻ്റെ മാതിരി വില കുറഞ്ഞ ഷഡ്ഡിയല്ല, വില കൂടിയതാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, അമ്മ എത്ര വില കൂടിയാലും വില കുറഞ്ഞാലും ഷഡ്ഡി തന്നെയല്ലേ, അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അത് ഞാനെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, നീ അവളുടെ അടുത്ത് കൊടുത്ത മോളെ, നിൻ്റെ കഴുകാനുള്ള ഡ്രസ്സൊക്കെ അവളുടെ അടുത്ത് തന്നെ കൊടുത്തേന്ന്. അപ്പോൾ അവൾ പറയാണ്, രേവതി പറയാണ്, ഇല്ല അയാളുടെ ഡ്രസ്സൊന്നും ഞാൻ വാഷ് ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഡ്രസ്സ് അവൾ വാഷ് ചെയ്തോട്ടെ, എനിക്ക് അയാളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, നിനക്ക് വേറെ എന്താടി ഇവിടെ പണി? നിനക്ക് ഈ അടുക്കള പണിയോ പൂക്കട്ടലിൻ്റെ പണിയോ അല്ലേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ലല്ലോ. അവൾക്കാണെങ്കിൽ നല്ലൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിക്ക് പോകാനുള്ളതാണ്, ബ്യൂട്ടി പാർലറിൽ പോകേണ്ടതാണ് അവൾക്ക്. അച്ഛൻ രേവതിയോട് പറയാണ്, മോളെ ഈ സച്ചിയുടെ ഈ മാറ്റം ഒരു വല്ലാത്ത മാറ്റമാണ് മോളെ. അച്ഛമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറയുക, അച്ഛമ്മയ്ക്കൊക്കെ നല്ല സന്തോഷമാവും സച്ചിയുടെ മാറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ന് പറയാണ്. സച്ചിയെ കൊണ്ടാണെങ്കിൽ രേവതി നല്ല അടിപൊളി പാൻറ്റും ഷർട്ടും ഒക്കെ ഇടിയിപ്പിച്ച് അത് ഇൻസൈഡൊക്കെ ആക്കി നല്ല അടിപൊളിയാക്കിയിട്ടാണ് ജോലിക്ക് പോകാൻ വേണ്ടി വിട്ടിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഇതെന്താ ഇവന് ഫ്ലൈറ്റിലാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ അത് കണ്ട് നല്ല ഒരു 3-4 ഫോട്ടോസ് എടുത്ത് വെച്ച് ഫോണിൽ അത് അച്ഛമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതിയും പറയുകയാണ് സച്ചിയോട്, നമ്മൾക്ക് ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസൊന്നും ഇതുവരെ എടുത്തിട്ടില്ലല്ലോ, നമുക്ക് ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാം, നമുക്ക് സെൽഫി ആയിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുകയാണ്. പിന്നെ ശ്രുതിയുടെ അമ്മ പുറത്തേക്ക് പോവുകയാണ്. ശ്രുതിയുടെ അമ്മ പുറത്ത് പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവർ ഒന്ന് കുഴഞ്ഞു വീണു. അപ്പോൾ അവർ വീണ സ്ഥലത്ത് തന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് കൂടിയിട്ട് പറയുകയാണ്, അയ്യോ ഇതെന്താ നിങ്ങൾ വീണത്, എന്ത് പറ്റി, എങ്ങനെയാണ്, എന്താ സംഭവം എന്ന് പറയുകയാണ്. ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അവരുടെ അയൽവക്കക്കാരും പരിചയക്കാരും ഒക്കെ തന്നെയാണ് അടുത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകാതിരുന്നാൽ ശരിയാവില്ല, കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ വല്ലാതായി പോകും. അതുകൊണ്ട് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ടൊക്കെ പോവാം, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു ചെക്കപ്പൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഇല്ല വേണ്ട, ഒന്നും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങളെ മോള് വരാറൊന്നുമില്ലേ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടിയെ നോക്കിയിട്ട് തളർന്നു പോയതാണോ, അതായത് അവൻ്റെ അമ്മയില്ലാതെ നിങ്ങൾ തന്നെ തനിയെ നോക്കിയിട്ട് നിങ്ങൾ തളർന്നു പോയതാണോ, എന്താ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ തീരെ വയ്യാതായിട്ടാണല്ലോ ഉള്ളത്, മോളെ ഞങ്ങൾ വിളിക്കണോ അതോ നിങ്ങൾ വിളിക്കുമോ? ഇല്ല, മോൾക്ക് നല്ല പണിയൊക്കെ ഉള്ളതാണ്, അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചോളാം അവളെ സമാധാനത്തിൽ. അപ്പോൾ അവർ പറയുകയാണ്, ചേച്ചി അങ്ങനെ ഒറ്റയ്ക്ക് പോവല്ല, നിങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കുക, നിങ്ങൾ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം പോയാൽ മതി, അല്ല പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. അപ്പോൾ വീണപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ മോളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു തോന്നിച്ചെയ്യുന്നു വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്ന് എൻ്റെ മോളെ ശബ്ദം കേൾക്കാമല്ലോ, ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കല്യാണി ഒന്ന് വിളിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ അമ്മ ഫോൺ വിളിക്കുകയാണ്. ശ്രുതിയുടെ അമ്മ ഫോൺ വിളിച്ച സമയത്ത് ഫോൺ ചാർജറിൽ ഇട്ടിട്ടാണുള്ളത്. അപ്പോൾ അത് കണ്ട് ഫോൺ റിങ് അടിയുന്ന ശബ്ദം കേട്ടിട്ട് എടുക്കുന്നത് ചന്ദ്രമതിയാണ്. കാര്യം അതായത് ശ്രുതി കുറച്ച് അകലെയാണുള്ളത്. അപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ എടുത്ത് നോക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞ ആരെങ്കിലും ഓർഡർ ചെയ്ത ആൾക്കാർ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഫോൺ എടുത്തത്. അപ്പോൾ ഫോൺ മറുതലക്കെന്ന് പറയുകയാണ്, ഹലോ എന്ന് പറയാണ്. ചന്ദ്രമതി വിചാരിക്കുകയാണ്, വെറുതെ ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കളയണ്ടല്ലോ, അപ്പോൾ ആ പണിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നത് പെട്ടെന്ന് തന്നെ. അതായത് ശ്രുതിയോട് പറയാമല്ലോ വേഗം പെട്ടെന്ന് പോകണമെന്ന്. അപ്പോൾ അപ്പുറത്തുനിന്ന് ചോദിക്കുകയാണ്, മോളെ കല്യാണി നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരായിരിക്കും സംസാരിക്കുന്നതെന്ന് ഇവർ അറിയുന്നില്ലല്ലോ. അവർ പിന്നെ ചോദിക്കുകയാണ്, കല്യാണി മോളെ ആരെങ്കിലും അടുത്തുണ്ടോ, എന്താ നിൻ്റെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ ചന്ദ്രാമതി ചോദിക്കുകയാണ്, കല്യാണിയോ? അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കല്യാണിയല്ല ഫോൺ എടുത്തത്, വേറെ ആരോ എന്ന് മനസ്സിലായി. സോറി, റോങ് നമ്പറായിപ്പോയി എന്ന് പറഞ്ഞ് അവരപ്പോഴെ തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അവർക്ക് കാര്യം മനസ്സിലായി. അയ്യോ, ഫോൺ എടുത്തത് ശ്രുതിയുടെ അമ്മയാണല്ലോ, ഇനിയിപ്പോൾ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കല്യാണി അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയല്ലോ എന്ന് പറഞ്ഞ് അവർ വിഷമത്തോടെ അങ്ങോട്ടേക്ക് പോയി. ഇവരുടെ ഈ സൗണ്ട് കേട്ടപ്പോൾ ചന്ദ്ര വിചാരിക്കുകയാണ്, ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിനല്ലോ എന്നവർ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവർ വിചാരിക്കുന്നു, ഈ കല്യാണി എന്നുള്ളൊരു പേരും ഞാൻ കേട്ടതാണല്ലോ, എവിടെയോ കേട്ടതാണ് ഈ കല്യാണി എന്നുള്ള പേരും ഈ സൗണ്ടും ഒക്കെ. പിന്നെ കാണിക്കുന്നത് സുധിയെയാണ്. സുധി വന്ന സമയത്ത് സുധി അവിടെ ഇരിക്കുമ്പോൾ ചന്ദ്ര വന്ന് ആപ്പിളൊക്കെ ചെത്തിക്കൊടുത്ത് സുധിയെ കഴിപ്പിക്കുകയാണ്. അപ്പോൾ സുധിയോട് പറയുകയാണ്, എൻ്റെ മോൻ ഇത് കഴിക്കുകയും, മോൻ ക്ഷീണിച്ച് വന്നതല്ലേ, ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോടെ കഴിപ്പിക്കുകയാണ്. പിന്നെ ശ്രുതി പറയുകയാണ് ചന്ദ്രയോട്, അമ്മേ ആൻറ്റിയുടെ മോൻ്റെ ഡ്രസ്സ് ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയ്ക്ക് എന്താണെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ്. കാര്യം എൻ്റെ മോൻ എന്ന് പറഞ്ഞല്ലോ, അമ്മയുടെ മോൻ, ആൻറ്റിയുടെ മോൻ എന്ന് പറഞ്ഞല്ലോ. അതേ സ്ഥാനത്ത് രേവതി അങ്ങനെയല്ല പറയുന്നത്. രേവതി പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് മാത്രമേ എനിക്ക് കഴുകേണ്ട ആവശ്യമുള്ളൂ, മറ്റുള്ളവരെ അയാളുടെ ഡ്രസ്സ് അയാളുടെ ഭാര്യ എന്നെ കഴുകിക്കോട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് എന്തെന്നില്ലാതെ സന്തോഷം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയുടെ മോൻ എന്ന് പറഞ്ഞതിലാണ്. അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് രേവതിയുടെ അടുത്തു നിന്നാണ് അങ്ങനെ ഒരു വാക്ക് വരുന്നുമില്ല. എൻ്റെ ഭർത്താവ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അവൾ സംസാരിക്കുന്നത്. ശ്രുതിയോട് ചന്ദ്ര പറയാണ് അപ്പോൾ ആ സമയത്ത്, മോളെ വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്തവരോട് എന്ത് പറയാനാ മോളെ, മോളൊന്നും പറയാൻ നിൽക്കണ്ട. അവളുടെ ഇന്നത്തെ സന്തോഷം ഉണ്ടല്ലോ, ഇന്നത്തെ സന്തോഷം അവൾക്ക് നാളെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ അവൾക്ക് ഉണ്ടാകാൻ, അതുകൊണ്ട് മോള് പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ് ചന്ദ്ര. എന്തായാലും സച്ചിയും രേവതിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. രണ്ടുപേരും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം. ബൈ ബൈ.